അതിഗംഭീര പ്രേക്ഷക പ്രതികരണങ്ങളുമായി പ്രദർശനം തുടരുകയാണ് പ്രേമലു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങിവെച്ചൊരു ട്രെൻഡുണ്ട് മലയാള സിനിമയിൽ, മികച്ച മൗത്ത് പബ്ലിസിറ്റി. ഇന്നത്തെ കാലത്ത് ഈ പ്രതികരണം ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ അത്തരത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളൂ. അക്കൂട്ടത്തിലേക്ക് ഒരു സിനിമ കൂടി എത്തിയിരിക്കുകയാണ് പ്രേമലു. നെസ്ലിനും മമതയും നായികന്മാരായി എത്തിയ ചിത്രത്തിന് വൻ പ്രേക്ഷക പ്രീതിയാണ് ദിവസങ്ങൾ കഴിയുന്തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേമലു റിലീസ് ചെയ്തിട്ട് 4 ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ഇതുവരെ നേടിയ ബോക്സ് ഓഫീസ് കണക്കുകളാണ് പുറത്തുവരുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നിന്നും 1.85 കോടി അടുപ്പിച്ചാണ് തിങ്കളാഴ്ച പ്രേമലു സ്വന്തമാക്കിയത്. ആകെ മൊത്തം 12.5 കോടി നേടിയെന്ന് ട്രെൻഡ് അനലിസ്റ്റായ രമേശ് ബാല ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മുൻവിധികളെ മാറ്റിമറിച്ച പ്രേമലു ആദ്യ ദിനം നേടിയത് 90 ലക്ഷത്തോളം രൂപയാണ്. രണ്ടാം ദിനം 1.9 കോടി നേടിയപ്പോൾ മൂന്നാം ദിനം 2.70 കോടി രൂപ ചിത്രം സ്വന്തമാക്കി. മൂന്നാം ദിനത്തിൽ 1.85 കോടിയും ഈ യുവതാര ചിത്രം സ്വന്തമാക്കി. ഈ വാരം അവസാനിക്കുമ്പോഴേക്കും ഏകദേശം 20 കോടി അടുപ്പിച്ച് പ്രേമലു നേടുമെന്നാണ് വിലയിരുത്തലുകൾ. അതേസമയം കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 1-നാണ് ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലു റിലീസ് ചെയ്തത്. പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാവുന്ന കഥാസന്ദർഭങ്ങളെ രസകരമായ ഡയലോഗുകളിലൂടെ മികച്ചൊരു അനുഭവമാക്കുകയാണ് ഗിരീഷ് AD എന്ന സംവിധായകൻ. തണ്ണീർമത്തൻ ദിനങ്ങളുടെ ടെംപ്ലേറ്റിന്റെ ആവർത്തനമാണെങ്കിൽ പോലും പ്രേക്ഷകരെ കഥ പറച്ചിലിന്റെ രസച്ചരടിൽ കൊടുത്തിരുത്താൻ സംവിധായകന് കഴിയുന്നുണ്ട്. റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ ആയെത്തിയ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഷാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ്. കിരൺ ജോയിയും ഗിരീഷ് ADയും ചേർന്നാണ് തിരക്കഥ എഴുതിയത്. കഥാപാത്ര സൃഷ്ടിയിലും മേക്കിങ്ങിലും സൂപ്പർ ശരണ്യേക്കാൾ മികച്ചൊരു ഫീലാണ് പ്രേമലു സമ്മാനിക്കുന്നത്. അതികാൽപ്പനികതയുടെ മാറാപ്പുകൾ ഇല്ലാതെ സ്വതന്ത്രമായി പാറിപ്പറക്കുന്ന പുതിയ കാലത്തെ പ്രേമത്തെ ആ ഫീലോടുകൂടി ഈ സിനിമയിൽ അനുഭവിക്കാം.